തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുകയാണ്. അമ്മ സുജ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ മിഥുന്റെ അമ്മ വിദേശത്ത് നിന്നും എത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ സംസ്കാര ചടങ്ങുകൾ നീട്ടിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ ഈ അമ്മ എത്തുന്ന വിമാനം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നിഷ? ഗൗതം, സുജ വരുന്നത് കുവൈറ്റ് എയർവേസിലാണ്. കുവൈറ്റ് എയർവേസ് അല്പസമയം മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. 9 നാളോടുകൂടി സുജ പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന ഉള്ള പ്രതീക്ഷയിൽ ബന്ധുക്കൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. മിഥുൻ്റെ സഹോദരൻ സുജിനുണ്ട്. അമ്മയെ വിളിക്കാനായി ഇളയ മകനായ സുജിൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുജയുടെ സഹോദരിയുണ്ട്, അയൽവാസികളുണ്ട്, ഇവരുടെ ബന്ധുക്കളുണ്ട്. എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇവർ രാവിലെ തന്നെ പുലർച്ചെ, ഇവർ പറഞ്ഞത് പുലർച്ചെ 2 മണിയോടുകൂടി കൊല്ലത്തുനിന്ന് പുറപ്പെട്ട് ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഏകദേശം 4 മണിക്കൂറോളം സമയം വേണം ഇവർക്ക് തിരിച്ച് തേവലക്കരയിലെത്താൻ. സുജയുടെ അയൽവാസികളും ബന്ധുക്കളും ഒക്കെയാണ് ഇപ്പം ഇവിടെ സുജയെ കൊണ്ടുപോകാനായി വന്നിരിക്കുന്നത്. ചേട്ടാ, എത്ര മണിയാകുമ്പോൾ നിങ്ങൾ കൊല്ലത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഞങ്ങളൊരു 1 മണി കഴിയുമ്പോൾ ചെല്ലും. 1 മണി 1:30 അവിടെ ചെല്ലും. സുജ എത്ര നാളായി പുറത്തേക്ക് പോയിട്ട്? 4 മാസം. ഇപ്പം 4 മാസമായിട്ടുണ്ട്. 4 മാസമായിട്ട് ഈ സംഭവമായിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. മക്കളെയൊക്കെ വളർത്താൻ വേണ്ടി ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഒരു കൂലിപ്പണിയായിട്ട് വീട്ടിൽ നിൽക്കാൻ പോയതാ, അല്ലാതെ ഒന്നുമില്ല. അയൽവാസിയാണോ? അയൽവാസി വണ്ടി കൊണ്ടുവന്ന ആള്. ഞങ്ങൾ അയൽവാസിയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പയ്യൻ, കൊച്ചിൻ്റെ ഈ പിന്നെ ഇയാളുടെ ഭർത്താവ്. സുജയുടെ അയൽവാസികളും സഹോദരിയും അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും അതിവൈകാരികമായ ഒരു നിമിഷത്തിനായിരിക്കും ഈ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അമ്മയെ കാത്ത് ഇളയ മകൻ ഇവിടെ നിൽപ്പുണ്ട്. അമ്മ പോയ സമയത്ത് ചേട്ടനൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ മടങ്ങി വരുമ്പോൾ സന്തോഷത്തോടെ അമ്മയെ സ്വീകരിക്കേണ്ടിയിരുന്ന ഒരു കുഞ്ഞു മകനാണ് ഇപ്പോൾ ഇവിടെ അമ്മ മടങ്ങി വരുമ്പോൾ അതീവ സങ്കടത്തോടു കൂടി അമ്മയെ കൊണ്ടുപോകാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, ആ അമ്മ ഇറങ്ങി വരാൻ പോകുന്നത് അത്രത്തോളം അതിവൈകാരികമായ ഒരു നിമിഷത്തിലേക്കാണ് ആ അമ്മ ഇറങ്ങി വരാൻ പോകുന്നത്. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും വേണ്ടി തൊഴിൽ തേടി അന്യനാട്ടിലേക്ക് പോയ ഒരമ്മ. ആ അമ്മ പോയിട്ട് ഏകദേശം 6 മാസം ആകുന്നതേ ഉള്ളൂ എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. 6 മാസം മുമ്പ് കുവൈറ്റിൽ വീട്ടുജോലിക്കായാണ് സുജ പോയത്. ഈ കുഞ്ഞിൻ്റെ മരണം അറിയുന്ന സമയത്ത് അമ്മയെ അറിയിക്കാൻ വീട്ടുകാർ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം കുവൈറ്റിലെ തൊഴിലുടമയ്ക്കൊപ്പം സുജ ആ സമയത്ത് ആ വീട്ടുകാർക്കൊപ്പം തുർക്കിയിലായിരുന്നു ഉള്ളത്. പിന്നീട് മിഥുൻ മരിച്ച അന്ന് രാത്രി വളരെ വൈകിയാണ് സുജയെ വിവരം അറിയിക്കാൻ കഴിഞ്ഞത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ തുർക്കിയിൽ നിന്നും തൊഴിലുടമയ്ക്കൊപ്പം ആ കുടുംബത്തിനൊപ്പം സുജ കുവൈറ്റിലെത്തുകയും കുവൈറ്റിൽ നിന്ന് നേരെ ഈ നെടുമ്പാശ്ശേരിയിലേക്ക് വരികയുമായിരുന്നു. എന്തായാലും സുജ ഇവിടെ ഒരു 9:05 കൂടി ഇവിടെ എത്തിയാൽ പോലും ഇവർ പറയുന്നതനുസരിച്ച് ഇവർ ഏകദേശം 1 മണി കഴിയും തേവലക്കരയിലെ വീട്ടിലെത്താൻ. ആ സമയത്ത് മിഥുൻ്റെ മൃതദേഹം സ്കൂളിലൊക്കെ പൊതുദർശനം കഴിഞ്ഞ് ആ സമയത്ത് വീട്ടിലെത്തിച്ചിട്ടുണ്ടാകും. 5 മണിയോടുകൂടിയായിരിക്കും സംസ്കാരം. 6 മാസം മുമ്പ് മടങ്ങിപ്പോയ അമ്മ ഏതാനും മണിക്കൂറുകൾ മാത്രമായിരിക്കും അവർക്ക് മകനെ കാണാനും മകനോടൊപ്പം ഇരിക്കാനുമുള്ള ഒരു സമയമുണ്ടാകുക. എന്തായാലും നമുക്കറിയാം, കുഞ്ഞുങ്ങളെ വളർത്താനായി അവരെ പിരിഞ്ഞ് ഒരമ്മ പോകേണ്ടി വരുന്നൊരു സാഹചര്യം. 5 മാസം മുമ്പ് അവർ കുവൈറ്റിലേക്ക് പോയപ്പോൾ 2 മക്കളെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. മടങ്ങി വരുമ്പോൾ ഒരാളില്ല. അവരുടെ മൂത്ത മകൻ മിഥുനില്ല. മിഥുൻ്റെ ചേതനയേറ്റ ശരീരം കാണാനായി ആ ചേതനയേറ്റ ശരീരത്തിന് മുന്നിലേക്കാണ് ആ അമ്മ ഇപ്പോൾ മടങ്ങി വരുന്നത്. എത്രത്തോളം അതിവൈകാരികമായ ഒരു നിമിഷം, അല്ലെങ്കിൽ ആ അമ്മയുടെ ആ ഒരു ദുഃഖം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു നിമിഷത്തിലേക്കാണ് ആ അമ്മ ഇപ്പോൾ കടന്നു വരാൻ പോകുന്നത്. എന്തായാലും മകൻ്റെ ആ മരണവാർത്ത അവർ അറിഞ്ഞു. അതിനുശേഷം അവർ കഴിച്ചുകൂട്ടിയ ആ മണിക്കൂറുകൾ ഇപ്പോൾ ബന്ധുക്കളെ കാണും. ഇളയ കുഞ്ഞിവിടെയുണ്ട്, അവനെ കാണും. അവൻ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനായി എത്തിയിട്ടുണ്ട്. അമ്മയുമായി അവൻ ചെന്ന് കയറുന്നത് അവൻ്റെ ചേട്ടനില്ലാത്ത ആ ഒരു വീട്ടിലേക്കാണ്. കുഞ്ഞിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചേട്ടനില്ലാത്ത വീട്ടിലേക്ക് അമ്മയുമായി അവൻ ചെന്ന് കയറും. ഇനി വളരെ കുറച്ച് സമയം മാത്രം. ഇപ്പോൾ 2 ദിവസമായി അവർ അവനെ കണ്ടിട്ട്. അവനില്ലാത്ത വീട്ടിൽ ഈ ഇളയ സഹോദരൻ 2 ദിവസമായി കഴിയുന്നു. ഇപ്പോൾ അമ്മ വരുന്നു. അമ്മ വന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോയ അമ്മ തിരിച്ചു വരുമ്പോൾ കുഞ്ഞുമക്കൾ എത്രത്തോളം വലിയ സ്വപ്നങ്ങളൊക്കെ കാണുമെന്ന് നമുക്ക്
അറിയാം. പക്ഷേ അതിനൊക്കെ വിപരീതമായി ഇപ്പോൾ അവൻ്റെ അമ്മ വന്നിറങ്ങുന്നത് അത്രത്തോളം സങ്കടകരമായ ഒരു സാഹചര്യത്തിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ ആ മോനിവിടെ എത്തിയിട്ടുണ്ട്. അവനെ ആശ്വസിപ്പിക്കാനായിട്ട് അവൻ്റെ ബന്ധുക്കളുണ്ട്, അമ്മയുടെ സഹോദരിയുണ്ട്, അയൽവാസികളുണ്ട്. തൊട്ടടുത്ത വീട് ഒരു ഗ്രാമപ്രദേശമാണ് മിഥുൻ്റെ വീട്. ആ ഗ്രാമപ്രദേശത്ത് അയൽവാസികളൊക്കെ വളരെ അടുത്തടുത്ത് വീടുകളുള്ള ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ ഉള്ള 2-3 പേർ, ഞാനിപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ, ഈ കുഞ്ഞിപ്പോൾ അമ്മയില്ല, ഈ 2 മക്കളും അച്ഛനുമായാണ് വീട്ടിൽ കഴിയുന്നത്. അപ്പം ഒരു അടുത്തടുത്ത വീടുകളിലൊക്കെ ഇവരെപ്പോഴും ഓടിച്ചെല്ലുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, ഒരു നാടാണ്. അപ്പം ഈ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ അമ്മയുടെ അസാന്നിധ്യത്തിൽ പോലും അവനെ ആ കൊല്ലത്തുനിന്ന് 4 മണിക്കൂറോളം യാത്ര ചെയ്ത് അവരെ ഇവിടെ നെടുമ്പാശ്ശേരിയിലെത്തി. അപ്പോൾ ആ യാത്രയിലുടനീളം അവനെ അത്രത്തോളം ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ, അത്രത്തോളം അവന് പ്രിയപ്പെട്ട ആളുകളാണ് ഇപ്പോൾ കൂടെ വന്നിരിക്കുന്നത്. ബന്ധുക്കളായിട്ട് 2-3 പേരേ ഉള്ളൂ, പക്ഷേ അയൽവാസികളുണ്ട്. അത്രത്തോളം ആ കുഞ്ഞുങ്ങളുമായി അടുപ്പമുള്ളവരാണ്. അവർ പറയുന്നത് ഈ സുജ എന്ന് പറയുന്ന ഇവരുടെ അമ്മ തൊഴിലുറപ്പിനും മറ്റു കൂലിപ്പണികൾക്കൊക്കെ ആയിരുന്നു ആ നാട്ടിൽ പോയിരുന്നത്. ഇവരുടെ അച്ഛൻ മനുവിന് ഇതുപോലെ മേസ്തിരി പണിയായിരുന്നു. എന്നും ജോലിയൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായി അവർ 5-6 മാസങ്ങൾക്ക് മുമ്പാണ് കുവൈറ്റിലേക്ക് പോയത്. ഈ മിഥുൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും അമ്മ വിളിച്ച് സംസാരിച്ചു. പിറ്റേ ദിവസം അവർക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല. ബന്ധുക്കൾ അങ്ങോട്ട് വിളിച്ച് ഈ കുഞ്ഞിൻ്റെ മരണവാർത്ത അറിയിക്കുകയായിരുന്നു. എന്തായാലും ഒരമ്മ അവരുടെ 2 മക്കളിൽ ഒരാളെ അമ്മയ്ക്ക് നഷ്ടമായിരിക്കുന്നു. അമ്മ ഇപ്പോൾ വന്ന് ഇറങ്ങുന്നത് അതിവൈകാരികമായ ഒരു മുഹൂർത്തത്തിലേക്കാണ്, ഒരു നിമിഷത്തിലേക്കാണ്. ആ ഒരു വൈകാരികത നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. 2 മക്കളെ ഭർത്താവിനെ ഏൽപ്പിച്ചു പോയ ഒരു അമ്മ, ആ അമ്മ വന്നിറങ്ങുമ്പോൾ ഒരാളില്ല. ആ കുഞ്ഞിൻ്റെ ചേതനേറ്റ ശരീരം കാണാനായിട്ടാണ് അവർ വന്നിറങ്ങുന്നത്. അത്രത്തോളം സങ്കടകരമായ ഒരു നിമിഷം. അമ്മയെ കൊണ്ടുപോകാനായിട്ട് ഇളയ മകനും അവരുടെ സഹോദരിമാരും, നമുക്കറിയാം അന്യദേശത്ത് വെച്ച് ഒരു കുഞ്ഞിൻ്റെ മരണവാർത്ത അറിയുന്ന ഒരു അമ്മയുടെ അവസ്ഥ, ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ പോലും ഇല്ലാത്തൊരു സാഹചര്യം കൂടി തരണം ചെയ്താണ് ആ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പച്ചപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സുജ വിദേശത്തേക്ക് പോയത്. സാധാരണയായി എയർപോർട്ടിൽ മടങ്ങിയെത്തുന്ന ഘട്ടത്തിൽ 2 മക്കളും ഒരുമിച്ച് എത്തേണ്ടതാണ്. എന്നാൽ മിഥുൻ ഇപ്പോഴില്ല എന്ന യാഥാർത്ഥ്യം ആ അമ്മ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് വരാനിരിക്കുന്നത്. നിഷയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ മനോജ് ഈ മിഥുൻ പഠിച്ച ഈ ദുരന്തമുണ്ടായ സ്കൂളിൻ്റെ മുന്നിൽ നിന്നും ചേരുന്നുണ്ട്. മനോജ്, ഞാൻ മനസ്സിലാക്കുന്നത് 10 മണിയോടുകൂടിയാണ് ഈ ഭൗതികദേഹം അവിടേക്ക് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്കൂളിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് മനോജ്? ഗൗതം, 10:30-ക്ക് ശേഷമാകും എത്തിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവിടെ അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞു. സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു കോമ്പൗണ്ടിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുക. മിഥുൻ്റെ സഹപാഠികളുണ്ട്, അധ്യാപകരുണ്ട്, അങ്ങനെ ഒരുപാട് പേർ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഈ സ്കൂൾ മുറ്റത്ത് ഓടി കളിച്ചു നടന്നിരുന്ന ഒരു 13 വയസ്സുകാരൻ, അങ്ങനെ ഒരു വിദ്യാർത്ഥിയെയാണ് ഇവിടെ നഷ്ടമായിട്ടുള്ളത്. അതായത് പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന, തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അങ്ങനെ സ്കൂളിലേക്ക് എത്തിയ ഒരു വിദ്യാർത്ഥിക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ അധികൃതരുടെ അനാസ്ഥയെ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. കാരണം ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു, ആദ്യഘട്ടത്തിൽ തന്നെ ആ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരുന്നു ആ വൈദ്യുത ലൈൻ ഉൾപ്പെടെ കിടന്നതെന്നും അതോടൊപ്പം തന്നെ ഈ ഷെഡ് അവിടെ എങ്ങനെയാണ് പണിഞ്ഞതെന്നുമൊക്കെ നമുക്കത് മനസ്സിലാകുമായിരുന്നു. അങ്ങനെ വളരെ വലിയൊരു വിഷമമുണ്ടാക്കിയാണ് ഈ മിഥുൻ്റെ ഈ ഒരു വിയോഗം. അത് സഹപാഠികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷിതാക്കൾക്കുമൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും അവരൊക്കെ ഇന്ന് തൻ്റെ സഹപാഠിയെ കാണാൻ, സുഹൃത്തിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തും. അതോടൊപ്പം തന്നെ ആ ചേതനയേറ്റ ശരീരം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം എന്താകും ഇവിടുത്തെ സാഹചര്യം എന്നുള്ളത്. എന്തായാലും പോലീസും ഇവിടെ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാരടക്കം ഇങ്ങോട്ട് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മിഥുൻ്റെ വീട്ടിലെ സാഹചര്യം നമുക്കറിയാം. മനുഭവനം, അതായത് വിളന്തറയിലെ മനുഭവനത്തിൽ നിന്നാണ് ആ കുട്ടി ഇവിടേക്ക് പഠിക്കാനായി എത്തുന്നത്. ആ
ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, ആ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമായി മാറേണ്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ. നമ്മൾ ആ കഴിഞ്ഞ ദിവസമൊക്കെ ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവരോരോരുത്തരും അതുതന്നെയാണ് പറയുന്നത്. എല്ലാ തരത്തിലും NCCയിലടക്കം സജീവമായിരുന്നു. അങ്ങനെ തൻ്റെ പഠനത്തിന് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അതായത് നേരത്തെ തന്നെ 7ാം ക്ലാസ് വരെ മറ്റൊരു സ്കൂളിലായിരുന്നു. 8ാം ക്ലാസ് മുതലാണ് മിഥുൻ ഇവിടേക്ക് എത്തുന്നത്. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു അപകടമുണ്ടാകുന്നത്. തൻ്റെ സഹപാഠിയുടെ ചെരുപ്പെടുത്തു കൊടുക്കുവാൻ വേണ്ടി ഈ ഷീറ്റിന് മുകളിലേക്ക് കയറവേ ഇത്തരത്തിൽ വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്ന ഒരു സംഭവം. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എങ്ങനെയാണെന്നും അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലാണ് ഇവിടെയുള്ള അധികാരികൾ നിസ്സംഗത പാലിച്ചതെന്നും അവരുടെ ഭാഗത്തുള്ള അനാസ്ഥ എന്തെന്നും ഒക്കെ എന്തായാലും പോലീസ് കൂടെ പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനാധ്യാപികയെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തിരുന്നു. മറ്റുദ്യോഗസ്ഥരിലേക്കും നടപടി നീളുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ന് നടക്കുന്നത് ഈ പൊതുദർശനമാണ്. അതായത് ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ 10:00-ക്ക് ശേഷം ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയവും ഇവിടെ ആയിരിക്കും കൂടുതൽ പേരും ഈ മിഥുൻ്റെ മിഥുനെ ഒന്ന് അവസാനമായി കാണാനായി എത്തുന്നത്. എന്തായാലും അതിൻ്റെ തിരക്കുകളിലേക്കൊക്കെ കടക്കുകയാണ്. ഇവിടേക്ക് ഇപ്പോൾ തന്നെ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നിരുന്നു. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ എടുത്തു കാണിച്ചിരുന്നു. അത്തരം നടപടികളിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നതിന് പിന്നാലെ ഒരു നോട്ടീസാണ് നൽകിയിട്ടുള്ളത് മാനേജ്മെൻറ്റിന്. അതിൽ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ആ നടപടികളിലേക്കൊക്കെ കടക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒക്കെ മൊഴികൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ശാസ്താംകോട്ട DYSPക്കാണ് അന്വേഷണ ചുമതല. ഈ കുട്ടികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതായത് അപകടത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കുട്ടികളാണ് ഇത് കാണുന്നത്. കുട്ടികൾ ഈ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ചെരുപ്പ് മുകളിലേക്ക് പോകുന്നത്. ആ സമയത്ത് മിഥുൻ കയറാൻ ശ്രമിക്കുമ്പോൾ താഴെ കുട്ടികളുണ്ടായിരുന്നു. കയറുമ്പോൾ അപകടമുണ്ടാകുമ്പോഴും ഈ താഴെ കുട്ടികൾ ഇത് കാണുന്നുണ്ടായിരുന്നു. തുടർന്നാണ് ഇവരിലൊരാൾ ചെന്ന് അധ്യാപകരോട് ഈ കാര്യം പറയുന്നത്, ഇങ്ങനെ അപകടമുണ്ടായി എന്നുള്ളത്. പിന്നീട് അധ്യാപകർ ഇടപെട്ടാണ് മറ്റുള്ളവരൊക്കെ ചേർന്ന് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അതൊക്കെ തന്നെ പോലീസ് ഈ മൊഴികളൊക്കെ പരിശോധിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇതിലൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ, ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് വീഴ്ചകൾ പറ്റിയിട്ടുള്ളത് എന്നതിനെ പറ്റിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കാരണം ആ വീഴ്ചയുടെ ഇരയാണ് മിഥുൻ എന്ന 13 വയസ്സുകാരൻ. അത് KSEBയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയ വീഴ്ച ഈ ദുരന്തത്തിന് കാരണമായി എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മോർച്ചറിക്ക് മുന്നിൽ നിന്നും പ്രജിത്ത് മോഹൻ കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, അവിടേക്ക് ഈ കുഞ്ഞിൻ്റെ അടുത്ത ബന്ധുക്കളൊക്കെ എത്തിത്തുടങ്ങിയോ? നേരത്തെ മനോജ് റിപ്പോർട്ട് ചെയ്തത് 10:30 ഈ സ്കൂളിൽ പൊതുദർശനം ആരംഭിക്കും എന്നുള്ളതാണ്. ബന്ധുക്കൾ അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്നുള്ളത്. കാരണം നേരത്തെ 10 മണിക്ക് മുൻപ് ഇവിടെ നിന്ന് മിഥുൻ്റെ മൃതദേഹം കൊണ്ടുപോകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞതെങ്കിൽ അത് 10 മണിക്ക് ശേഷം എന്നുള്ളതാണ് പുതിയതായി പറയുന്ന കാര്യം. 10:30 മാത്രമായിരിക്കും അവിടെ സ്കൂളിൽ പൊതുദർശന ചടങ്ങുകൾ ആരംഭിക്കുക. അപ്പോൾ ഒരു 10 മണിയോടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ നമുക്കറിയാൻ കഴിയുന്നത്. ഒരു 9:30 ആകുമ്പോഴേക്കും ബന്ധുക്കൾ ഈ പ്രദേശത്തേക്ക് എത്തും, ആശുപത്രിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. എന്തായാലും കൂടുതൽ ആളുകൾ ഈ വിഷയം അറിഞ്ഞ് അല്ലെങ്കിൽ ഈ വിവരം അറിഞ്ഞ് കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലുണ്ട് എന്നുള്ള അറിവിൻ്റെ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു വിലാപയാത്ര രീതിയിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇപ്പോഴും ഈ മൃതദേഹം സൂക്ഷിക്കുന്ന മോർച്ചറിക്ക് മുന്നിലാണ് നമ്മളുള്ളത്. അവിടെ ഇപ്പോഴും തന്നെ ഒരു ചെറിയൊരു ആൾക്കൂട്ടമൊക്കെ രൂപപ്പെട്ട് നൽകിയിട്ടുണ്ട്. മറ്റ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വന്നവരുമൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇന്ന് ഈ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എത്തിക്കുന്നതോടെയാണ് ഒരു കുറച്ചുകൂടി ഈ വൈകാരികമായ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാട് മുഴുവൻ ഒന്നിച്ച് മിഥുന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള വൈകാരിക പ്രതികരണങ്ങളോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഈ അതിവൈകാരികത ഉണ്ടായാൽ അത് പല സമയത്തും പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ വൈകുന്നേരത്തോടെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 8:50 ഇൻഡിഗോ ഫ്ലൈറ്റിൽ മിഥുൻ്റെ അമ്മ സുജ നെടുമ്പാശ്ശേരിയിൽ എത്തുന്നത്. ഇന്ന് അതിനുശേഷം റോഡ് മാർഗം പോലീസിൻ്റെ സുരക്ഷയിൽ അതിവേഗത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ അതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഈ മന്ത്രിയുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വലിയ രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള പ്രതിഷേധങ്ങളെ അതിനെ ഒന്ന് അടക്കാനുള്ള ശ്രമങ്ങളിൽ കൂടിയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സർക്കാരിനെതിരെയുള്ള ഒരു വികാരം സംഘടനകളുടെ
പ്രതിഷേധമോ മറ്റോ അവിടെ നടക്കുന്നുണ്ടോ, അതോ ഇന്ന് ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങ് ആയതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് മാർച്ചോ മറ്റു പ്രതിഷേധങ്ങളും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് യുവജന സംഘടനകൾ എത്തിയിട്ടുണ്ടോ ഈ സ്ഥലത്ത്? നമുക്ക് നിലവിൽ അത്തരം പ്രതിഷേധങ്ങളെ പറ്റി ഏതെങ്കിലും രീതിയിലുള്ള അറിവ് ലഭിച്ചിട്ടില്ല. നിലവിൽ അത്തരം പ്രതിഷേധങ്ങളിൽ നിന്ന് ഈ പറയുന്നത് പോലെ തന്നെ ഈ ഒരു ദിവസത്തെ ഒരു സാഹചര്യം പരിഗണിച്ച് അവർ ഒഴിഞ്ഞു നിൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ വിലപയാത്രയുമായി ആയി പോകുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള അതിവൈകാരിക പ്രകടനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഉറപ്പില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്, മന്ത്രിമാരെ അടക്കം കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ സ്കൂളിലേക്ക് നടത്തിയ മാർച്ച് വലിയ രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ആ ഒരു വിഷയം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് അങ്ങനെ വിട്ട് കളയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും മറ്റു സംഘടനകളെല്ലാം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഉണ്ടായ സിസ്റ്റത്തിൻ്റെ ഒരു വലിയ വീഴ്ചയാണ്. ആ വീഴ്ചയിൽ ചെറിയ തൊലിപ്പുറത്തുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സമീപനം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ പ്രതിപക്ഷ സംഘടനകളും എടുക്കുന്നൊരു നിലപാട്. പക്ഷേ ഇന്ന് ഈ പറയുന്ന രീതിയിൽ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്ന ഒരു ദിവസമായതിനാൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കോ പോകില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത്. എന്തായാലും ഈ വിലാപയാത്ര തുടങ്ങിയ ശേഷം മാത്രമേ അത് കൃത്യമായി അല്ലെങ്കിൽ അത്തരമൊരു ഏതെങ്കിലും രീതിയിലുള്ള വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇന്ന് 10:30 സ്കൂളിൽ ഈ പറയുന്ന പൊതുദർശന ചടങ്ങുകൾ ആരംഭിക്കുന്നു. പിന്നീട് 12:30 പൊതുദർശന ചടങ്ങുകൾ അവസാനിക്കും. അതിനുശേഷം വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് മിഥുൻ്റെ മൃതദേഹം എത്തിക്കും. ഉച്ചയോടെ എന്തായാലും അമ്മയും എത്തുന്നു. അങ്ങനെ വൈകുന്നേരത്തോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അവർ ആലോചിക്കുന്നതും നിലവിൽ അങ്ങനെ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഗൗതം.